ഇന്ന് ഖാദി ബോർഡ് LDCയുടെ ഒരു പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫസ്റ്റിലെ ക്വസ്റ്റ്യനാണ്, ജീവിതരസങ്ങൾ എന്ന പേരിൽ ആത്മകഥ എഴുതിയ കലാകാരൻ. അതിന് ആൻസർ ഓപ്ഷൻ എ ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ്, കേരള സിംഹം എന്ന കൃതിയുടെ കർത്താവ് ആര്? അതിന് ആൻസർ ഓപ്ഷൻ ബി സർദാർ KM പണിക്കർ. 3, ചന്ദ്രയാൻ 2 ദൗത്യത്തിനു നേതൃത്വം നൽകിയ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ചെയർമാൻ ആരായിരുന്നു? അതിന് ആൻസർ ഓപ്ഷൻ സി S സോമനാഥാണ്. നാലാമത്തെ ക്വസ്റ്റ്യനാണ്, ഇന്ത്യയിൽ സാമൂഹ്യശാസ്ത്രം സോഷ്യോളജി എന്ന പഠനശാഖ ആദ്യമായി ആരംഭിച്ചത് ഏത് സർവകലാശാലയിലാണ്? അതിന് ആൻസർ ഓപ്ഷൻ സി ആണ്, ബോംബെ യൂണിവേഴ്സിറ്റിയിലാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യനാണ്, വിവരാവകാശ നിയമത്തിനായി പ്രയത്നിച്ച രാജസ്ഥാനിലെ സംഘടന ഏതാണ്? അതിന് ആൻസർ ഓപ്ഷൻ ഡി ആണ്, മസ്ദൂർ കിസാൻ ശക്തി സംഘാടൻ. ആറാമത്തെ ക്വസ്റ്റ്യനാണ്, നീതി ആയോഗിൻ്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരാണ്? അതിന് ആൻസർ ഓപ്ഷൻ എ അരവിന്ദ് പനഗരിയ. ഏഴാമത്തെ ക്വസ്റ്റ്യനാണ്, ഇന്ത്യയിൽ ചരക്കു സേവന നികുതി GST നിലവിൽ വന്നത് എപ്പോൾ? അത് ജൂലൈ 1, 2017 ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനാണ്, 2019 ജ്ഞാനപീഠ അവാർഡ് നേടിയ മലയാള സാഹിത്യകാരൻ ആരാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ്. അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കാണ് കിട്ടിയിട്ടുള്ളത്. 55ാമത്തെ ജ്ഞാനപീഠാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ 2025 60ാമത്തെ ജ്ഞാനപീഠമാണ്, വൈരമുത്തുവിനാണ്. തമിഴിലാണ്, ഭാഷയാണ് തമിഴാണ്. 9ാമത്തേതാണ് ക്വസ്റ്റ്യനാണ്, ടോക്കിയോ ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോ ഇനത്തിൽ സ്വർണം നേടിയ കായിക താരം. അതിന് ആൻസർ ഓപ്ഷൻ ഡി ആണ്, നീരജ് ചോപ്രയാണ്. ഇപ്പോൾ 2024 നടന്നിട്ടുള്ള ഒളിമ്പിക്സ് പാരീസ് ഒളിമ്പിക്സ് ആണ്. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ടോട്ടലി 6 മെഡലാണ് കിട്ടിയിട്ടുള്ളത്. 1 സിൽവറും 5 ബ്രോൺസും ആണ് കിട്ടിയിട്ടുള്ളത്. 10ാമത്തെ ക്വസ്റ്റ്യനാണ്, സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയുടെ പേര്? അതിന് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഉണർവാണ്. 11ാമത്തെ ക്വസ്റ്റ്യനാണ്, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കിഴക്കൻ തീര സമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഓർ പ്രസ്താവനകൾ ഏത്? കിഴക്കൻ തീരവുമായി ബന്ധപ്പെട്ടിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ 1ാമത്തെ പ്രസ്താവനയാണ്, അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. അത് തെറ്റാണ്. അത് പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഒന്നുള്ള ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ എയും സിയും ഡിയും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ആൻസർ ഓപ്ഷൻ ബി ആണെന്ന് കിട്ടും. 12ാമത്തെ ക്വസ്റ്റ്യനാണ്, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? അതിന് ആൻസർ ഓപ്ഷൻ ഡി മൗണ്ട് K2 ആണ്. 13ാമത്തെ ക്വസ്റ്റ്യൻ, ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? അതിന് ആൻസർ ഓപ്ഷൻ ബി ഗോദാവരി. 14, കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം. അതിന് ആൻസർ ഓപ്ഷൻ സി ആണ്, മുംബൈ. 15, കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ സ്ഥിതി ചെയ്യുന്ന ദേശീയ ജലപാത. അത് ദേശീയ ജലപാത 3 ആണ്. ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ. 16ാമത്തെ ക്വസ്റ്റ്യനാണ്, താരാപൂർ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. അത് മഹാരാഷ്ട്രയിലാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. 17ാമത്തെ ക്വസ്റ്റ്യനാണ്, പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണം. പാരമ്പര്യ ഊർജ്ജ സ്രോതസ് എന്ന് പറയുമ്പോൾ അത് യൂസ് ചെയ്താൽ തീർന്നു പോകുന്നതാണ്. അപ്പം അതിന് ആൻസർ ഓപ്ഷൻ സി ആണ്, കൽക്കരിയാണ്. ബാക്കിയെല്ലാം പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിന് എക്സാമ്പിൾസ് ആണ്. 18ാമത്തെ ക്വസ്റ്റ്യനാണ്, പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല. ഇതിന് ആൻസർ ഓപ്ഷൻ ബി ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. 19ാമത്തെ ക്വസ്റ്റ്യനാണ്, ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്ത പ്രദേശം. അതിന് ആൻസർ ഓപ്ഷൻ സി ഡിഗ്ബോയ് ആണ്. 20ാമത്തെ ക്വസ്റ്റ്യനാണ്, ഇന്ത്യയിൽ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം. ഇതിന് ആൻസർ ധാതുക്കളുടെ കലവറ എന്ന് പറയുന്നത് ഉപദ്വീപീയ പീഠഭൂമിനെയാണ്. ഓപ്ഷൻ ഡി ആണ്. 21ാമത്തെയാണ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ സമത്വത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? സമത്വത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് ആൻസർ ഓപ്ഷൻ ബി ആണ്, കുറ്റകൃത്യം ചെയ്തവരെ സംബന്ധിച്ചുള്ള സംരക്ഷണം. 22ാമത്തെ ക്വസ്റ്റ്യനാണ്, ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? അത് ഭാഗം 4 A ആണ്.
4 പറയുന്നത് DPSPനെ കുറിച്ചും 3 പറയുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ചാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യൻ ദേശീയ പതാകയിൽ സമാധാനത്തെയും സമത്വത്തെയും പ്രതിനിധീകരിക്കുന്ന നിറം ഏത്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, വെള്ള. 24ാമത്തെ ക്വസ്റ്റ്യൻ ആണ് 1950 ജാനുവരി 24 ഭരണഘടനാ നിർമ്മാണ സഭ ജനഗണമനയുടെ ഏതു ഭാഷയിലുള്ള പതിപ്പിനാണ് അംഗീകാരം നൽകിയിട്ടുള്ളത്? അതിന് ആൻസർ ഓപ്ഷൻ എ, ഹിന്ദിയാണ്. 25ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയുടെ ദേശീയ ഗീതം. അതിന് ആൻസർ ഓപ്ഷൻ ബി ആണ്, വന്ദേ മാതരം. 26ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ദേശീയ മനുഷ്യാവകാശ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷം. അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി, 1993 ഒക്ടോബർ 12-നാണ്. 27ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 28ാമത്തെ ക്വസ്റ്റ്യൻ ആണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ മതേതരത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അതിന് ആൻസർ ഓപ്ഷൻ എ ആണ്, ഇന്ത്യക്കൊരു ഔദ്യോഗിക മതമില്ല. 29 തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്ന വർഷം. അതിന് ആൻസർ ഓപ്ഷൻ സി ആണ്, 1955. 30ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ. ഇപ്പോൾ നിലവിൽ 2026 വി രാമസുബ്രഹ്മണ്യനാണ്. 31ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഭഗത് സിംഗുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. ബന്ധമില്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ 1923 സ്വരാജ് പാർട്ടിക്ക് രൂപം കൊടുത്തു. അത് CR ദാസും മോത്തിലാൽ നെഹ്റുവാണ്. അപ്പോൾ അത് ബന്ധമില്ലാത്ത പ്രസ്താവനയാണ്. അപ്പോൾ ഒന്നുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ മതി. അപ്പോൾ ബിയും സിയും നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. എയും ഡിയിലുമാണ് ഒന്നുള്ളത്. പിന്നെ രണ്ടാമത്തെ നോക്കാം. 1928 ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ എന്ന സംഘടന രൂപീകരിച്ചു. അത് ബന്ധമില്ലാത്ത പ്രസ്താവനയാണ്. അപ്പോൾ 1ഉം 2ഉം എന്ന ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ വരുന്നത്. 32ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. ബന്ധമില്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ പ്രസ്താവനയാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം. അത് ശരിയാണ്. അപ്പോൾ ഒന്നുള്ളത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ എയും ഡിയും ഒഴിവാക്കാൻ പറ്റും. ഇനി മൂന്നാമത്തെ നോക്കിയാൽ മതി. ഇനി രണ്ടാമത്തെ നോക്കുക. കോൺഗ്രസ്, മുസ്ലിം ലീഗ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ക്വിറ്റ് ഇന്ത്യ പ്രമേയത്തെ പിന്തുണച്ചു. അത് തെറ്റാണ്. അപ്പോൾ 2 മാത്രം എന്ന ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ആൻസർ. 33ാമത്തെ ക്വസ്റ്റ്യൻ ആണ് മൗലാന അബ്ദുൽ കലാം ആസാദിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തെറ്റായതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 1 സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി. അത് ശരിയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ ഒഴിവാക്കാൻ പറ്റും. രണ്ടാമത്തെയാണ് മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മദിനം നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു. അപ്പോൾ 2ഉം ശരിയാണ്. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷന് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇനി മൂന്നാമത്തെയാണ് ആസാദിൻ്റെ പുസ്തകമാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം. അതും ശരിയാണ്. അപ്പോൾ അതും ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഓപ്ഷൻ എ, ബി, സി പോയി. അപ്പോൾ ഡി മാത്രമായിരിക്കും, 4 മാത്രം എന്നതാണ് ഇതിൻ്റെ ആൻസർ. 34ാമത്തെ ക്വസ്റ്റ്യൻ ആണ് സ്വതന്ത്രാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. ഉൾപ്പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെയാണ് അഭയാർത്ഥി പ്രവാഹം ഉണ്ടായിരുന്നു, വർഗീയ ലഹള നിലനിന്നിരുന്നു. പിന്നെ മൂന്നാമത്തെയാണ് അപ്പോൾ 1ഉം 2ഉള്ള ഓപ്ഷൻസ് നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എയും ബിയും ക്യാൻസൽ ചെയ്യാൻ പറ്റും. അതേപോലെ മൂന്നാമത്തെയാണ് സ്വാതന്ത്ര്യത്തിന് ശേഷവും ഇന്ത്യയിൽ ബ്രിട്ടീഷ് അധീന പ്രദേശങ്ങൾ ഉൾപ്പെടാത്തതാണ്. അപ്പോൾ ഓപ്ഷൻ സി 3 മാത്രം എന്നതാണ്. 35ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലത്ത് ദേശീയ വിദ്യാഭ്യാസത്തിൻ്റെയും കലയുടെയും വളർച്ചയ്ക്ക് നിരവധി വിദ്യാലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. ഈ പ്രസ്താവനയുമായി യോജിക്കാത്തവ കണ്ടെത്തുക. യോജിക്കാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെയാണ് 1916 DK കാർവേ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചു. അത് ശരിയാണ്. അപ്പോൾ 1ഉള്ളത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ എയും സിയും ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഇനി 2ഉം 4ഉമാണ്. അപ്പോൾ അതിൽ
4 നോക്കാം നമുക്ക്. മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ തൃശ്ശൂരിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചു. അത് ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ബി 2 മാത്രം എന്നതാണ് ഇതിൽ യോജിക്കാത്തവ. 36ാമത്തെ ക്വസ്റ്റ്യനാണ് ശരിയായ ജോഡികൾ കണ്ടെത്തുക. അതിന് ഫസ്റ്റിലെ ഇതാണ് നേഷൻ എന്നത് ഗോപാലകൃഷ്ണ ഗോഖലെ. അത് ശരിയാണ്. വോയിസ് ഓഫ് ഇന്ത്യ ലാലാ ലജ്പത് റായിൻ്റെ അത് തെറ്റാണ്. അത് ദാദാഭായ് നവറോജിൻ്റെയാണ് വോയിസ് ഓഫ് ഇന്ത്യ. അപ്പോൾ ശരിയായ ജോഡികളാണ് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. 1 ഉള്ളതും 2 ഇല്ലാത്തതുമായിരിക്കും. അപ്പോൾ എ ഒഴിവാക്കാൻ പറ്റും, ഡിയും ഒഴിവാക്കാൻ പറ്റും. ഇനി 3ാമത്തെ നോക്കാം. വന്ദേമാതരം അത് ദാദാഭായ് നവറോജി എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതും തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ ബിയും ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 1ഉം 4ഉം. കേസരി മറാത്ത എന്ന് പറയുന്നത് ബാലഗംഗാധര തിലകിൻ്റെയാണ്. അപ്പോൾ 37ാമത്തെ ക്വസ്റ്റ്യനാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ദേശീയ പ്രസ്ഥാനങ്ങൾ ശരിയായ ജോഡി കണ്ടെത്തുക. ശരിയായ ജോഡിയാണ് ചോദിച്ചിട്ടുള്ളത്. 1ാമത്തെയാണ് ഗദ്ദാർ പാർട്ടി. അത് ചന്ദ്രശേഖർ ആസാദ്. അത് തെറ്റാണ്. അപ്പോൾ 1 ഉള്ളത് ഒഴിവാക്കാൻ പറ്റും. എയും സിയും ക്യാൻസൽ ചെയ്യാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് ഇത് വരുന്നത് ബി 2 ഉള്ളത് നോക്കാം. 2 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയാണ്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി CR ദാസ്, മോത്തിലാൽ നെഹ്റു. അത് തെറ്റാണ്. അപ്പോൾ ശരിയായതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 2 ഉള്ളത് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഓപ്ഷൻ ഡി ആയിരിക്കും അതിൻ്റെ ആൻസർ വരുന്നത്. ഫോർവേഡ് ബ്ലോക്ക് സുഭാഷ് ചന്ദ്രബോസും AITUC ആണെങ്കിൽ MN ജോഷി, ലാലാ ലജ്പത് റായ്. അപ്പോൾ ആൻസർ ഡി ആയിരിക്കും 37ൻ്റെ ആൻസർ വരുന്നത്. 38ആണ് ദാദാഭായ് നവറോജിയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തെറ്റായ പ്രസ്താവനയാണ്. 1ാമത്തെ പ്രസ്താവനയാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ച സംബന്ധിച്ച് ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചു. അത് ശരിയാണ്. 2ാമത്തെയാണ് കോൺഗ്രസ്സിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചു. അതും ശരിയാണ്. 3ാമത്തെയാണ് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നു. അതും ശരിയാണ്. 4ാമത്തെയാണ് INCയുടെ ആദ്യ പ്രസിഡൻ്റാണ്. അപ്പോൾ അത് തെറ്റാണ്. INCയുടെ ആദ്യത്തെ പ്രസിഡൻ്റ് അല്ല അദ്ദേഹം. അപ്പോൾ ഓപ്ഷൻ ഡി എന്നതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. 4 മാത്രം എന്നത്. 39ാമത്തെയാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ വിദ്യാഭ്യാസ കമ്മീഷനുകളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവനയാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് ഡോക്ടർ രാധാകൃഷ്ണ കമ്മീഷൻ. അത് തെറ്റാണ്. 2ാമത്തെയാണ് സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനം ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ. അത് ശരിയാണ്. അപ്പോൾ നമുക്ക് 1 തെറ്റായതുകൊണ്ട് എയും സിയും ഡിയും നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആയിരിക്കും 2ഉം 3ഉം എന്നതാണ്. 40ാമത്തെ ക്വസ്റ്റ്യനാണ് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ശരിയായതാണ് ചോദിച്ചിട്ടുള്ളത്. അരുണ ആസഫ് അലി ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ സജീവ പ്രവർത്തക. അത് ശരിയാണ്. 2ാമത്തെയാണ് മാഡം ഭിക്കാജി കാമ അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തി. അതും ശരിയാണ്. അപ്പോൾ 1ഉം 2ഉം ശരിയായിട്ടുള്ളത് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് എന്നതായിരിക്കും ആൻസർ. ബാക്കി എല്ലാത്തിലും ഓരോന്നേ പറയുന്നുള്ളൂ. 41ാമത്തെ ക്വസ്റ്റ്യനാണ് താഴെ പറയുന്ന വസ്തുതകളിൽ ശരിയായത് കണ്ടെത്തുക. അതിൽ 1ാമത്തെയാണ് 1789 ടിപ്പു സുൽത്താൻ കേരളം ആക്രമിക്കുന്നു. അത് ശരിയാണ്. 2ാമത്തേതാണ് 788 ശങ്കരാചാര്യർ ജനിച്ചു. അതും ശരിയാണ്. 3ാമത്തെയാണ് 1553 കൂനൻ കുരിശ് സത്യം. അത് തെറ്റാണ്. 4ാമത്തെയാണ് 1341 വെള്ളപ്പൊക്കത്തെ തുടർന്ന് മുസരിസ് തുറമുഖം അപ്രത്യക്ഷമാവുകയും കൊച്ചി തുറമുഖം രൂപം കൊള്ളുകയും ചെയ്യുന്നു. അതും ശരിയാണ്. അപ്പോൾ 1, 2, 4 എന്ന ഓപ്ഷൻ സി ആയിരിക്കും അതിൻ്റെ ആൻസർ വരുന്നത്. 42ാമത്തെ ക്വസ്റ്റ്യനാണ് കേരളത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. ശരിയല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്.
ഒന്നാമത്തെ പ്രസ്താവനയാണ് തീരപ്രദേശമില്ലാത്ത ജില്ലകൾ ഇടുക്കി, വയനാട്, കോട്ടയം, പാലക്കാട്, പത്തനംതിട്ട. അത് ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ 1 പറ്റില്ല. പിന്നെ രണ്ടാമത്തെ നോക്കാം. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകൾ ഉള്ള ജില്ല തിരുവനന്തപുരം. അപ്പോൾ അത് തെറ്റാണ്. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകൾ ഉള്ളത് മലപ്പുറമാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആയിരിക്കും. 2 മാത്രമാണ് ശരിയല്ലാത്തത്. 43ാമത്തെ ക്വസ്റ്റ്യനാണ് കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ശരിയായതാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെയാണ് കൊല്ലം മുതൽ വടക്കോട്ട് 8 ശാഖകളായി സ്ഥിതി ചെയ്യുന്ന കായലാണ് വേമ്പനാട്ട് കായൽ. അത് തെറ്റാണ്. അപ്പോൾ ഒന്നുള്ളതെല്ലാം നമുക്ക് ക്യാൻസൽ ചെയ്യാം. എയും ബിയും ഡിയും ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഈ സി ആയിരിക്കും അതിൻ്റെ ആൻസർ വരുന്നത്. 44ാമത്തെ ക്വസ്റ്റ്യനാണ് കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. ഒന്നാമത്തെയാണ് 244 കിലോമീറ്റർ നീളമുള്ള പെരിയാർ ശിവഗിരി മലയിൽ നിന്നും ഉത്ഭവം. അത് ട്രൂ ആണ്. രണ്ടാമത്തെയാണ് അറബിക്കടലിൽ പതിക്കുന്ന ഭാരതപ്പുഴയുടെ പോഷക നദികളാണ് ഇടമലയാർ, മുതിരപ്പുഴ. അത് തെറ്റാണ്. മൂന്നാമത്തെയാണ് ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്ന പമ്പാ നദി വേമ്പനാട്ട് കായലിൽ പതിക്കുന്നു. അതും ശരിയാണ്. അപ്പോൾ ഇതിൽ വരുന്നത് ശരിയല്ലാത്തതാണ്. അപ്പോൾ 2 മാത്രമാണ് ശരിയല്ലാത്തത്. അപ്പോൾ ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ. 45ാമത്തെ ക്വസ്റ്റ്യനാണ് കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തെറ്റായതാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ പ്രസ്താവനയാണ് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ. അത് ശരിയാണ്. രണ്ടാമത്തെയാണ് കോഴിക്കോട് ജില്ലയിലെ ഉറുമി ജലവൈദ്യുത പദ്ധതിക്ക് സഹായം നൽകുന്ന രാജ്യം കാനഡ. അത് തെറ്റാണ്. അപ്പോൾ ഒന്നുള്ള ഇത് ഓപ്ഷൻസ് നമുക്ക് ക്യാൻസൽ ചെയ്യാം. എയും ഡിയും ക്യാൻസലായിപ്പോയി. ഇനി മൂന്നാമത്തെ നോക്കാം. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ശബരിഗിരിയാണ്. അത് തെറ്റാണ്. അപ്പോൾ 2ഉം 3ഉം എന്നതാണ് ഇതിൽ ആൻസർ വരുന്നത്. 2ഉം 3ഉം എന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ വരുന്നത്. 46ാമത്തെ ക്വസ്റ്റ്യനാണ് കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തെറ്റായതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെയാണ് നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി എന്ന് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. അത് തെറ്റാണ്. രണ്ടാമത്തെയാണ് വയനാട് വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗമാണ് ആന. അത് ശരിയാണ്. മൂന്നാമത്തെയാണ് ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്നത് പെരിയാർ വന്യജീവി സങ്കേതത്തിലാണ്. അതും തെറ്റാണ്. അപ്പോൾ 1ഉം 3ഉം എന്ന ഓപ്ഷൻ എ ആയിരിക്കും അതിൻ്റെ ആൻസർ വരുന്നത്. 47ാമത്തെ ക്വസ്റ്റ്യനാണ് കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവനയാണ് ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയോദ്യാനമാണ് ഇരവിക്കുളം ദേശീയോദ്യാനം. അത് ശരിയാണ്. രണ്ടാമത്തെയാണ് ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലൻറ്റ് വാലി. അതും ശരിയാണ്. മൂന്നാമത്തെയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടും ചോല. അതും ശരിയാണ്. അപ്പോൾ എല്ലാം ശരിയാണ് എന്ന ഓപ്ഷൻ ഡി ആയിരിക്കും അതിൻ്റെ ആൻസർ. 48ാമത്തെ ക്വസ്റ്റ്യനാണ് കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി യോജിക്കാത്ത പ്രസ്താവനകൾ കണ്ടെത്തുക. യോജിക്കാത്ത പ്രസ്താവനയാണ് ചോദിച്ചത്. ഒന്നാമത്തെയാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം മത്തി. അത് തെറ്റാണ്. അപ്പോൾ ഒന്നുള്ള ഓപ്ഷൻസ് മാത്രം എടുത്താൽ മതി, ബാക്കിയെല്ലാം റിമൂവ് ചെയ്യുക. അപ്പോൾ സിയും ഡിയും ക്യാൻസൽ ചെയ്ത് പോയി. ഇനി 3ഉം 4ഉം നോക്കാം. കൊച്ചി വാട്ടർ മെട്രോയുടെ ഭാഗ്യചിഹ്നമാണ് ജൻഗു. അത് ശരിയാണ്. അപ്പോൾ 1ഉം 4ഉം എന്നതായിരിക്കും ആൻസർ വരുന്നത്. ഓപ്ഷൻ എ ആയിരിക്കും. പിന്നെ 49ാമത്തെയാണ് ഗോദവർമ്മരാജയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക.
ഒന്നാമത്തെയാണ് കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ സ്ഥാപക പ്രസിഡന്റ്, അത് ശരിയാണ്. രണ്ടാമത്തെയാണ് ഒക്ടോബർ 13 അദ്ദേഹത്തിൻ്റെ ജന്മദിനം കേരള സർക്കാർ സംസ്ഥാന കായിക ദിനമായി ആചരിക്കുന്നു, അതും ശരിയാണ്. മൂന്നാമത്തെയാണ് കേരള വിനോദസഞ്ചാരത്തിൻ്റെ പിതാവാണ്, അതും ശരിയാണ്. നാലാമത്തെയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ വികസനത്തിന് വേണ്ടി യത്നിച്ചു, അതും ശരിയാണ്. അപ്പോൾ എല്ലാം ശരിയാണ് എന്ന ആൻസർ ഓപ്ഷൻ ഡി ആയിരിക്കും അതിൻ്റെ ആൻസർ വരുന്നത്. 50ാമത്തെ ക്വസ്റ്റ്യനാണ്, ഒളിമ്പിക്സും കേരളവും സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. ശരിയാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെയാണ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത ഷൈനി വിൽസൺ, അത് തെറ്റാണ്. അപ്പോൾ ഒന്നുള്ള ഓപ്ഷൻസൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും, എയും സിയും ഡിയും. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. 51ാമത്തെ ക്വസ്റ്റ്യനാണ്, മന്നത്ത് പത്മനാഭനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവനയാണ് 1947 മുതുകുളം പ്രസംഗവുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ്, അത് ശരിയാണ്. രണ്ടാമത്തെയാണ് 1959 വിമോചന സമരത്തിന് നേതൃത്വം നൽകി, അതും ശരിയാണ്. മൂന്നാമത്തെയാണ് ഭാരത കേസരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ, അത് ശരിയാണ്. അപ്പോൾ നാലാമത്തെയാണ് ഇതിൽ 1ഉം 2ഉം 3ഉം ശരിയാണ്. അപ്പോൾ അത് 1935 കോഴഞ്ചേരി പ്രസംഗം നടത്തിയ നേതാവ്, അത് തെറ്റാണ്. അപ്പോൾ 1, 2, 3ഉം ശരി എന്ന ഓപ്ഷൻ എ ആയിരിക്കും അതിൻ്റെ ആൻസർ. 52ാമത്തെ ക്വസ്റ്റ്യനാണ്, കുമാരഗുരുവിനെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെയാണ് പൊയ്കയിൽ അപ്പച്ചൻ എന്നറിയപ്പെടുന്നു, അത് ശരിയാണ്. രണ്ടാമത്തെയാണ് പ്രത്യക്ഷ രക്ഷാ ദേവസഭയുടെ സ്ഥാപകനാണ്, അതും ശരിയാണ്. പിന്നെ മൂന്നാമത്തെയാണ് വെട്ടിയാട്ട് അടിലഹള ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അതും ശരിയാണ്. നാലാമത്തെയാണ് ക്രിസ്തീയ സമുദായത്തിൽ നിലനിന്നുകൊണ്ട് ജാതീയ നീചത്വങ്ങൾക്കെതിരെ പ്രവർത്തിച്ചു, അത് തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ 4 മാത്രം എന്ന ഓപ്ഷൻ ഡി ആയിരിക്കും അതിൻ്റെ ആൻസർ. 53ാമത്തെ ക്വസ്റ്റ്യനാണ്, വി ടി ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രസ്താവനകൾ കണ്ടെത്തുക. ഒന്നാമത്തെയാണ് നാനാജാതി മതസ്ഥർ ഒന്നിച്ചു താമസിക്കുന്ന കൊടുമുണ്ട കോളനി എന്ന ആശയം, അത് ശരിയാണ്. ഘോഷാബഹിഷ്കരണം, അതും ശരിയാണ്. പിന്നെ മൂന്നാമത്തെയാണ് വിധവാ വിവാഹത്തിന് തുടക്കം കുറിച്ചു, അതും ശരിയാണ്. നാലാമത്തെയാണ് മിശ്ര വിവാഹത്തിന് തുടക്കം കുറിച്ചു, അതും ശരിയാണ്. അപ്പോൾ എല്ലാം ശരിയാണ് എന്ന ഓപ്ഷൻ ഡി ആയിരിക്കും അതിൻ്റെ ആൻസർ വരുന്നത്. 54ാമത്തെ ക്വസ്റ്റ്യനാണ്, പണ്ഡിറ്റ് KP കറുപ്പൻ സ്ഥാപിച്ച സംഘടനകൾ കണ്ടെത്തുക. അതിൽ ഫസ്റ്റിലെയാണ് സമത്വ സമാജം, അത് അദ്ദേഹത്തിൻ്റെ സംഘടനയല്ല. അപ്പോൾ ഒന്നുള്ള ഓപ്ഷൻസ് റിമൂവ് ചെയ്യുക, എയും സിയും ഡിയും ഒഴിവാക്കിയാൽ ഓപ്ഷൻ ബി ആയിരിക്കും. 2, 3, 4 അദ്ദേഹം സ്ഥാപിച്ച സംഘടനകൾ. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 2, 3, 4. 55ാമത്തെ ക്വസ്റ്റ്യനാണ്, ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട വസ്തുതകളുടെ ശരിയായ ജോഡി കണ്ടെത്തുക. ഫസ്റ്റിലെ ക്വസ്റ്റ്യൻ എന്താണ്, പ്രസ്താവനയാണ് അരുവിപ്പുറം പ്രതിഷ്ഠ, അത് 1888 നടന്നിട്ടുള്ളത്. അപ്പോൾ 1 സി ആണ്. 1 സി ഉള്ള 2 ഓപ്ഷൻസേ ഉള്ളൂ, എയും സിയും. ബിയും ഡിയും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. രണ്ടാമത്തെ നോക്കുക, ടാഗോറിൻ്റെ സന്ദർശനം. ടാഗോർ മീറ്റ് ചെയ്തിട്ടുള്ളത് 1922 അപ്പോൾ അത് വരുന്നത് 2ൽ എ വരുന്നത് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ സി ആയിരിക്കും അതിൻ്റെ ആൻസർ വരുന്നത്. 56ാമത്തെ ക്വസ്റ്റ്യനാണ്, ചട്ടമ്പി സ്വാമികളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. അതിൽ ഫസ്റ്റിലെ പ്രസ്താവനയാണ് 1892 സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ സന്ദർശിച്ചു, അത് ശരിയാണ്. രണ്ടാമത്തെയാണ് ചട്ടമ്പി സ്വാമികൾ രചിച്ച നവമഞ്ജരി ശ്രീനാരായണ ഗുരുവിന് സമർപ്പിച്ചു, അത് തെറ്റാണ്. മൂന്നാമത്തെയാണ് ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾ എന്നിവരുടെ ഗുരുവായിരുന്നു തൈക്കാട് അയ്യാ ഗുരു, അത് ശരിയാണ്. അപ്പോൾ 1, 3 അതിൽ ശരി. അപ്പോൾ ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ. 57ാമത്തെ ക്വസ്റ്റ്യനാണ്, അയ്യങ്കാളിയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. അതിൽ ഫസ്റ്റിലാണ് സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി വില്ലുവണ്ടി സമരം നടത്തിയത് 1915, അത് തെറ്റാണ്. രണ്ടാമത്തെയാണ് കല്ലുമാല സമരം നടത്തിയത് 1893.
അതും തെറ്റാണ്. മൂന്നാമത്തെയാണ് 1937 അയ്യങ്കാളിയെ സന്ദർശിച്ച ഗാന്ധിജി അദ്ദേഹത്തെ പുലയ രാജാവ് എന്ന് വിശേഷിപ്പിച്ചു. അത് ശരിയാണ്. നാലാമത്തെയാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു. അതും ശരിയാണ്. അപ്പോൾ 3ഉം 4ഉം ശരി എന്ന ഓപ്ഷൻ ബി ആയിരുന്നു ഇതിൻ്റെ ആൻസർ വരുന്നത്. 58ാമത്തെ ക്വസ്റ്റ്യനാണ് തിരുവിതാംകൂറിൽ നടന്ന രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെയാണ് 1891 ഡോക്ടർ പൽപുവിൻ്റെ നേതൃത്വത്തിൽ ഈഴവ മെമ്മോറിയൽ. അത് തെറ്റാണ്. രണ്ടാമത്തെയാണ് 1896 ബാരിസ്റ്റർ ജി.പി. പിള്ളയുടെ നേതൃത്വത്തിൽ മലയാളി മെമ്മോറിയൽ. അതും തെറ്റാണ്. മൂന്നാമത്തെയാണ് 1932 സംവരണം ആവശ്യപ്പെട്ട് ക്രിസ്ത്യൻ മുസ്ലിം ഈഴവ സമുദായം ചേർന്ന് നിവർത്തന പ്രക്ഷോഭം. അത് ശരിയാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 3 മാത്രം. 59ാമത്തെ ക്വസ്റ്റ്യനാണ് അക്കാമ ചെറിയാനെ സംബന്ധിച്ച് പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഒന്നാമത്തെയാണ് തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നു. അത് ശരിയാണ്. രണ്ടാമത്തെയാണ് തിരുവനന്തപുരത്തെ ജോൻ ഓഫ് ആർക്ക് എന്ന് വിശേഷിപ്പിക്കുന്നു. അതും ശരിയാണ്. മൂന്നാമത്തെയാണ് അക്കാമ ചെറിയാൻ്റെ ആത്മകഥയാണ് ജീവിതം ഒരു സമരം എന്നത്. അത് 3ഉം ശരിയാണ്. അപ്പോൾ ആൻസർ വരുന്നത് എല്ലാം ശരിയാണ് എന്ന ഓപ്ഷൻ ഡി ആയിരിക്കും. 60ാമത്തെ ക്വസ്റ്റ്യനാണ് കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളും പ്രസ്ഥാനങ്ങളും സംബന്ധിച്ച ശരിയായ ജോഡി കണ്ടെത്തുക. അതിൽ ഫസ്റ്റിലാണ് വാഗ്ഭടാനന്ദൻ്റെയാണ്. വാഗ്ഭടാനന്ദൻ്റെ ആണെന്നുണ്ടെങ്കിൽ ആത്മവിദ്യാസംഘം 1ൽ ബി ആണ്. 1ൽ ബി ഉള്ള 2 ഓപ്ഷനേ ഉള്ളൂ, എയും സിയും ആണ്. അപ്പോൾ ബിയും ഡിയും നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഇനി 2 സി ആണ് രണ്ടിലും വരുന്നത്. പിന്നെ 3 നോക്കിയാൽ മതി. വൈകുണ്ഠസ്വാമികളാണെന്നുണ്ടെങ്കിൽ 3ൽ സമത്വ സമാജമാണ്. 3ൽ എ ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ സി ആയിരിക്കും ഇതിൻ്റെ ആൻസർ വരുന്നത്. 61ാമത്തെ ക്വസ്റ്റ്യനാണ് ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആമസോൺ മഴക്കാടുകൾ ഭൂമിയിലെ ഓക്സിജൻ്റെ എത്ര ശതമാനം നൽകുന്നുണ്ട്? അതിന് ആൻസർ ഓപ്ഷൻ ബി 20%. 62ാമത്തെ ക്വസ്റ്റ്യനാണ് സ്പോട്ടഡ് ഫീവർ എന്ന രോഗത്തിന് കാരണമായ രോഗാണു ഏത് വിഭാഗത്തിൽപ്പെടുന്നു? അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, റിക്കറ്റ്സിയ. 63ാമത്തെ ക്വസ്റ്റ്യനാണ് മനുഷ്യരിലെ നൈട്രോജനിക വിസർജ്യ പദാർത്ഥമായ യൂറിയ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് അവയവത്തിൽ വെച്ചാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, കരളാണ്. 64ാമത്തെ ക്വസ്റ്റ്യനാണ് ഇരപിടിയൻ സസ്യങ്ങൾ അവ വളരുന്ന മണ്ണിൽ ഏതു മൂലകത്തിൻ്റെ അഭാവം ഉണ്ടാകുമ്പോഴാണ് പ്രാണികളെ പിടിക്കാനുള്ള കഴിവ് ആർജിക്കുന്നത്? അതിന് ആൻസർ ഓപ്ഷൻ എ നൈട്രജൻ ആണ്. 65ാമത്തെ ക്വസ്റ്റ്യനാണ് പ്രകാശ സംശ്ലേഷണ പ്രക്രിയയുടെ ഭാഗമായി സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്ന ഓക്സിജൻ വാതകം എന്തിൻ്റെ വിഘടന ഫലമായി ഉണ്ടാകുന്നതാണ്? അതിന് ആൻസർ ഓപ്ഷൻ സി ജലം ആണ്. 66ാമത്തെ ക്വസ്റ്റ്യനാണ് കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗം. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ടൈഫോയിഡ് ആണ്. 67ാമത്തെ ക്വസ്റ്റ്യനാണ് കേരളത്തിൽ ദേശാടന പക്ഷികൾ ധാരാളമായി വിരുന്നെത്തുന്ന പ്രദേശമാണ്? ഓപ്ഷൻ ബി ആണ്, തട്ടേക്കാടാണ്. 68ാമത്തെ ക്വസ്റ്റ്യനാണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രമാണ്. അപ്പോൾ അത് തിരുവനന്തപുരത്താണ്. ഓപ്ഷൻ ഡി ആണ്. 69ാമത്തെയാണ് സങ്കര ഇനം നെല്ലിന് ഉദാഹരണം? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, അന്നപൂർണ. 70ാമത്തെ ക്വസ്റ്റ്യനാണ് പയറുവർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ വേരുകളിൽ വസിച്ച് നൈട്രജനെ വലിച്ചെടുക്കുന്ന ബാക്ടീരിയ? അത് ഓപ്ഷൻ എ റൈസോബിയമാണ്. 71ാമത്തെ ക്വസ്റ്റ്യനാണ് ആറ്റത്തെ സംബന്ധിച്ച ചില പ്രസ്താവനകൾ താഴെ തന്നിരിക്കുന്നു, അവയിൽ ശരിയായവ കണ്ടെത്തുക. ശരിയായതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെയാണ് ആറ്റത്തിൻ്റെ കൂടുതൽ ഭാഗവും ശൂന്യമാണ്. അത് ശരിയാണ്. രണ്ടാമത്തെയാണ് ആറ്റം വൈദ്യുതപരമായി നിർവീര്യമാണ്. അതും ശരിയാണ്. മൂന്നാമത്തെയാണ് ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല. അത് തെറ്റാണ്. നാലാമത്തെയാണ് എല്ലാ ആറ്റങ്ങളുടെയും ന്യൂക്ലിയസിന് ഒരേ സാന്ദ്രതയാണ്. അതും ശരിയാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 1, 2, 4 എന്നിവ. പിന്നെ 72ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 73ാമത്തെ ക്വസ്റ്റ്യനാണ് മൂലകങ്ങളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പട്ടിക പരിശോധിച്ച് ശരിയായ ജോഡി ചേർത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുക. ഇതിൽ ഫസ്റ്റിലെയാണ് ത്രികങ്ങളാണ്.
ത്രികങ്ങളാണെന്നുണ്ടെങ്കിൽ ഡൊബറൈനറാണ്, ഓപ്ഷൻ ഡി ആണ്. 1-ൽ 4 വരുന്നത്. 1-ൽ 4 വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ സി ആയിരിക്കും ഇതിൻ്റെ ആൻസർ വരുന്നത്. 74-ാമത്തെ ക്വസ്റ്റ്യനാണ്. ഒരു ടെസ്റ്റ് ട്യൂബിൽ നിന്നും പുറത്തു വരുന്ന വാതകത്തിന് നേരെ എരിയുന്ന തീക്കൊള്ളി കാണിച്ചപ്പോൾ തീക്കൊള്ളി അണയുകയും വാതകം ശബ്ദത്തോടെ കത്തുകയും ചെയ്തു. ഇതേത് വാതകമാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആയിരിക്കും, ഹൈഡ്രജൻ ആണ്. 75-ാമത്തെ ക്വസ്റ്റ്യനാണ്. ചില ആസിഡുകളുടെ ഉപയോഗങ്ങൾ താഴെ തന്നിരിക്കുന്നു. ഇവയിൽ തെറ്റായ ജോഡി ചേർത്തിരിക്കുന്നത് കണ്ടെത്തുക. തെറ്റായതാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ സൾഫ്യൂരിക് ആസിഡ് സ്റ്റോറേജ് ബാറ്ററിയിൽ, അത് ശരിയാണ്. രണ്ടാമത്തെയാണ് ടാനിക് ആസിഡ്, മഷി, തുകൽ ഇവയുടെ നിർമ്മാണം, അതും ശരിയാണ്. അസറ്റിക് ആസിഡ് രാസവളങ്ങളുടെ നിർമ്മാണത്തിന്, അത് തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ സി ആയിരിക്കും അതിൻ്റെ ആൻസർ വരുന്നത്. 76-ാമത്തെ ക്വസ്റ്റ്യനാണ്. സോണാർ എന്ന ഉപകരണത്തിൽ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗങ്ങൾ ഏത്? സോണാർ ആണെങ്കിൽ അൾട്രാസോണിക് സൗണ്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ. 77 ഒരു വസ്തുവിന് അതിൻ്റെ സ്ഥാനം മൂലം ലഭ്യമാകുന്ന ഊർജം ഏതാണ്? അതിന് ആൻസർ ഓപ്ഷൻ സി സ്ഥിതികോർജമാണ്. 78-ാമത്തെ ക്വസ്റ്റ്യനാണ്. പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസത്തിൻ്റെ പേര് എന്താണ്? അതിന് ആൻസർ ഓപ്ഷൻ ബി ആണ്, പ്രകീർണനമാണ്. 79-ാമത്തെ ക്വസ്റ്റ്യനാണ്. താഴെ പറയുന്നവയിൽ ഊഷ്മാവിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ഏതാണ്? ഇതിന് ആൻസർ ഓപ്ഷൻ ഡി ആണ്, പാസ്കലാണ്. 80-ാമത്തെ ക്വസ്റ്റ്യനാണ്. ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിലുണ്ടാകുന്ന സ്ഥാനാന്തരമാണ് അതിൻ്റെ പ്രവേഗം, വെലോസിറ്റി എന്ന് പറയുന്നത്. ഇത് ഓപ്ഷൻ ഡി ആയിരിക്കും അതിൻ്റെ ആൻസർ. എല്ലാവരും ഇത് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഓൾ.